ദിസ് ഈസ് അഡ്വക്കേറ്റ് വിഷ്ണുപ്രിയ ശിവാജി. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്നല്ലേ, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു കുഞ്ഞു വീട് പർച്ചേസ് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തതിന് ശേഷമാണ് മനസ്സിലാകുന്നത് അതിന്റെ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും പിഴവുകളുണ്ട്, അതല്ലേ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെയോ പിഴവുകളുണ്ട്. നമ്മളൊരു ലോണൊക്കെ എടുക്കാൻ പോകുമ്പം അതിന്റെ ബുദ്ധിമുട്ടൊക്കെ നന്നായിട്ട് അറിയാറുണ്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ നേരത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. നിങ്ങളൊരു സ്ഥലം പർച്ചേസ് ചെയ്യാൻ നേരത്ത് മെയിനായിട്ട് കണ്ടിരിക്കേണ്ട ഡോക്യുമെന്റ്സ് ആണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഇതല്ലാണ്ടും വേറെ ഡോക്യുമെന്റ്സ് ഉണ്ടായേക്കാം, പക്ഷെ ഇത് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അപ്പോൾ ആദ്യം തന്നെ പറയുക വെച്ചാൽ ആധാരം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ മെയിൻ ഡോക്യുമെൻ്റ് ആണ്. അതായത് ഇപ്പം എൻ്റെ പേരിലുള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചോ, അപ്പം ആ സ്ഥലത്തിൻ്റെ ആധാരത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? എനിക്ക് ആരാണോ ആ സ്ഥലം തന്നിരിക്കുന്നത് അവരെ പറ്റി അവരുടെ മെയിൻ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അതുപോലെ എൻ്റെ മെയിൻ അതായത് അഡ്രസ്സ് ഉണ്ടാവും, എൻ്റെ പേരുണ്ടാവും, അതുപോലെ എത്ര സെൻറ്റ് സ്ഥലമാണ്, അതുപോലെ അതിൻ്റെ അതിർത്തി ഏതാണ് എന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ആധാരത്തിലാണ് ഉണ്ടാവുക. പിന്നെ രണ്ടാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് മുന്നാധാരം, അതുപോലെ നമ്മൾ വേറെ പേര് പറയുക വെച്ചാൽ അടിയാധാരം എന്നും പറയും. നിങ്ങളിൽ ചിലവരെങ്കിലും മുന്നാധാരം അല്ലെങ്കിൽ അടിയാധാരം എന്താണെന്നുള്ളത് കേട്ടിട്ടുണ്ടാവില്ല. സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് മുന്നാധാരം അല്ലെങ്കിൽ അടിയാധാരം എന്താണെന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക, ഞാൻ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാണ്. എ എന്നൊരു വ്യക്തിയിൽ നിന്ന് ഞാനൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാണ്. അപ്പം എക്ക് ഓൾറെഡി ഒരു ആധാരം ഉണ്ടാവും. എന്താണ് ആധാരത്തിൽ? ഇപ്പം എ എന്ന് പറയുന്ന ആളുടെ അച്ഛൻ കൊടുത്ത പ്രോപ്പർട്ടിയാണ്. സോ അച്ഛൻ്റെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേമാതിരി മകൻ്റെ പേരിലോട്ട് എഴുതുമ്പം മകൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ എത്ര സെൻറ്റ് സ്ഥലമാണ്, അതുപോലെ അതിൻ്റെ അതിർത്തി ഏതാണ്, സർവേ നമ്പർ എന്താണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ആധാരത്തിൽ ഉണ്ടാവും അല്ലേ. അപ്പം എനിക്ക് ആ സ്ഥലം തരുമ്പോഴത്തേക്കും പുതിയൊരു ആധാരമാണ് ഉണ്ടാവുക. എനിക്ക് ആധാരം തരികയാണ്. പുതിയ ആധാരത്തിൽ എന്താണ് ഉണ്ടാവുക? എയുടെ കംപ്ലീറ്റ് അഡ്രസ്സ് ഉണ്ടാവും, അതുപോലെ എൻ്റെ കംപ്ലീറ്റ് അഡ്രസ്സ് ഉണ്ടാവും, എത്ര സെൻറ്റ് സ്ഥലമാണ് തരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുപോലെ അതിൻ്റെ അതിർത്തി ഏതാണ്, സർവേ നമ്പർ എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ പുതിയൊരു ആധാരമായില്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ നേരത്തെ ഒരു ആധാരം ഉണ്ടായില്ലേ, എക്ക് എൻ്റെ അച്ഛൻ കൊടുത്തിരുന്ന ആധാരം. അപ്പോൾ അതാണ് മുന്നാധാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ മുന്നാധാരം, അതായത് ഞാൻ ആ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ നേരത്ത് എൻ്റെ മുന്നാധാരം എന്ന് പറയുന്നത് എയുടെ അച്ഛൻ കൊടുത്ത സമയത്തുണ്ടായ ആ ആധാരം എന്ന് പറയുന്നത് എൻ്റെ മുന്നാധാരമായി മാറും. അതുപോലെ എൻ്റെ ആധാരം എന്ന് പറയുന്നത് ഏതാണ്? എൻ്റെ പേരിലോട്ട് സ്ഥലം എഴുതി തന്നു അല്ലേ, അപ്പം അതാണ് എൻ്റെ ആധാരം എന്ന് പറയുക. അപ്പം എക്ക് മുമ്പായിട്ട് വേറെ കുറേ ഓണേഴ്സ് ആ ഒരു പ്രോപ്പർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ഇപ്പം എൻ്റെ അച്ഛന് വേറെ ആരുടെ അടുത്തുനിന്നെങ്കിലും വാങ്ങിയ പ്രോപ്പർട്ടി ആവാം, അന്നേരം ഒരു ആധാരം ഉണ്ടാവും. അതുപോലെ അതിനു മുമ്പായിട്ട് വേറൊരാളുടെ അടുത്തുനിന്ന് വാങ്ങിയതാവാം, അതിനും ഒരു ആധാരം ഉണ്ടാവും. സോ ഈ മുമ്പിൽ ചെയിനായിട്ട് വരുന്ന എല്ലാ ആധാരങ്ങളെയും നമ്മൾ മുന്നാധാരം എന്നാണ് പറയുക. അപ്പോൾ ആധാരം എന്താണ്, മുന്നാധാരം എന്താണ് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. സോ ആധാരം എപ്പോഴും ഒറിജിനൽ ആധാരം തന്നെ കണ്ട് ബോധ്യപ്പെടണം. അതുപോലെ തന്നെ ആധാരത്തിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടോ, അതായത് പേരൊക്കെ ശരിക്കുമുള്ള പേര് തന്നെയാണോ ഉള്ളത്, അതുപോലെ സർവേ നമ്പർ, അതുപോലെ ഓരോ ഡീറ്റെയിൽസും ആധാരത്തിൽ കൊടുത്തിരിക്കുന്നത് കറക്റ്റാണോ എന്നുള്ളത് നമ്മൾ തീർച്ചപ്പെടുത്തേണ്ടതായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മുന്നാധാരത്തിൻ്റെ കാര്യം പറയുക വെച്ചാൽ ഒരു 30 വർഷത്തിൻ്റെ മുമ്പ് വരെയുള്ള മുന്നാധാരങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് ഈ 30 വർഷത്തിൻ്റെ ഉള്ളിൽ എത്ര ഓണേഴ്സ് ആ പ്രോപ്പർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ ആ ആധാരങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ആധാരം അതുപോലെ മുന്നാധാരം ചെക്ക് ചെയ്യാൻ അറിഞ്ഞോളണം എന്നില്ല അല്ലേ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒന്നെങ്കിൽ നമ്മൾക്ക് ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായം തേടാവുന്നതാണ്, അതോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ആധാരം എഴുത്ത് ഓഫീസിലെ ആധാരം എഴുതുന്ന വ്യക്തിയുടെ സഹായം തേടാവുന്നതാണ്. സോ ഒരു പരിധിവരെ നമ്മൾക്ക് അറിയാൻ പറ്റും, അതായത് ഈ ഒരു ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ ആ പ്രോപ്പർട്ടിയുടെ ഉടമ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാൻ പറ്റും.
അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് നികുതി ചീട്ട്, അതല്ലെങ്കിൽ കരം അടിച്ച റെസീപ്റ്റ്. സോ ഇത് എന്തായാലും ലേറ്റസ്റ്റ് ലാൻഡ് ടാക്സ് റെസീപ്റ്റ് തന്നെ കണ്ടിരിക്കണം. അടുത്തതായിട്ട് വരുന്നതാണ് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുടിക്കട സർട്ടിഫിക്കറ്റ്. അതും നമ്മൾ കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. ഇത് ബേസിക്കലി വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് ഈ ലേറ്റസ്റ്റ് നികുതി ചീട്ട് തന്നെ വേണ്ടതെന്നല്ലേ? അപ്പം നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന് ലാൻഡ് ടാക്സ് അടയ്ക്കണം എന്നുള്ളത് നിർബന്ധമാണ്. സോ അത് ഒരു കണക്കിന് നമ്മുടെ ഒരു ഓണർഷിപ്പ് കൂടിയാണ് തെളിയിക്കുന്നത്. അതായത് ആ പ്രോപ്പർട്ടി എൻ്റെ പേരിലാണ്, ഞാൻ അതിന് നികുതി അടയ്ക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്നുള്ളത് തെളിയിക്കാൻ കൂടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു റെസീപ്റ്റാണ് നികുതി ചീട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് തീർച്ചപ്പെടുത്താൻ പറ്റും. അതായത് ആ ഒരു വ്യക്തിയുടെ പേരിൽ തന്നെയാണ് ആ സ്ഥലം ഇപ്പോഴും നിലനിൽക്കുന്നത്. അതായത് നിങ്ങൾ ആരുടെ അടുത്തു നിന്നാണോ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു പ്രോപ്പർട്ടി അവരുടേത് തന്നെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചപ്പെടുത്താൻ പറ്റും ലേറ്റസ്റ്റ് നികുതി ചീട്ട് കാണുമ്പോഴേക്കും. അടുത്ത മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നതാണ് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ കുടിക്കട സർട്ടിഫിക്കറ്റ് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. അതും അല്ലെങ്കിൽ ബാധ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് വേണമെങ്കിലും ഇതിന് പറയാം. സോ നിങ്ങൾക്ക് തോന്നാം എവിടെ നിന്നാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുക, എന്താണ് ഇതിൻ്റെ ആവശ്യം എന്നൊക്കെ അല്ലേ? എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും ബാധ്യതയുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അതായത് ഈ ഒരു പ്രോപ്പർട്ടി വെച്ച് എവിടെന്നെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ കൈവശാവകാശ ജപ്തി രഹിത സർട്ടിഫിക്കറ്റ്. ഇത് എവിടെ നിന്നാണ് കിട്ടുക വെച്ചാൽ വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെയാണ് ഇതും ലഭിക്കുക. സോ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ആ ഒരു വ്യക്തിയുടെ പേരിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്നുള്ളത് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റും. അതായത് നമ്മൾ ആരുടെ അടുത്തു നിന്നാണോ ആ പ്രോപ്പർട്ടി വാങ്ങുന്നത് അവരുടെ കൈവശമുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇത് എന്നുള്ളത് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് അതായത് ഈ ഒരു ഭൂമിയുടെ പുറത്ത് എന്തെങ്കിലും ജപ്തി നടപടികൾ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പം നമുക്ക് മനസ്സിലാവും. കാരണം ഒരു ജപ്തി നടപടി നടക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു കാരണവശാലും നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കില്ല. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റും. അതായത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഒരു ജപ്തി നടപടികളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ, അതായത് ആരുടെ അടുത്തു നിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്ഥലം ആ ഒരു വ്യക്തിയുടെ പേരിലുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത് എന്നുള്ളത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് BTR, ബേസിക് ടാക്സ് രജിസ്റ്റർ. നിങ്ങളിപ്പോൾ ഒരു സ്ഥലം വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പം ആ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാവില്ല. ബേസിക്കലി പറയുക വെച്ചാൽ ഭൂമി 3 തരത്തിൽ പറയാം. ഒന്നുകിൽ നിലം, അല്ലെങ്കിൽ പുരയിടം, അതല്ലെങ്കിൽ തോട്ടം. നിലം എന്ന് പറയുമ്പോഴത്തേക്കും പാടം, വയൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സ്ഥലമാണ് നിലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇപ്പം കൃഷി ചെയ്യാനാണ് നമ്മളിത് വാങ്ങുന്നെങ്കിൽ ഓക്കെ, വയൽ പ്രദേശത്ത് നമ്മൾ ചെയ്യുന്ന കൃഷികളൊക്കെ അല്ലേ, അങ്ങനത്തെയൊക്കെ ചെയ്യാനാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മളൊരു വീട് പണിയാനൊക്കെയാണ് നമ്മൾ ആ ഒരു സ്ഥലം വാങ്ങുന്നത് വെച്ചാൽ ചിലപ്പോൾ നമ്മൾക്കത് പണിയാനുള്ള ഒരു പെർമിറ്റ് കിട്ടിയെന്ന് വരില്ല. അതായത് ബിൽഡിംഗ് പെർമിറ്റ് ആ ഒരു സ്ഥലത്തിന് കിട്ടിയെന്ന് വരില്ല. അപ്പോഴായിരിക്കും നിങ്ങൾ തിരിച്ചറിയുക ഇതൊരു നിലമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അത്രയും പൈസ മുടക്കി ആ ഒരു സ്ഥലം വാങ്ങിയത് ചിലപ്പോൾ ഒരു വീട് കെട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ അത് പറ്റില്ല എന്നറിയുമ്പോൾ ഉള്ള വിഷമം നമുക്ക് ഏവർക്കും ഊഹിക്കാൻ പറ്റുന്നതാണ് അല്ലേ? അപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ BTR പരിശോധിച്ചിരിക്കണം. അതായത് ആ ഒരു പ്രോപ്പർട്ടി നിലമാണോ, പുരയിടമാണോ, തോട്ടമാണോ എന്നുള്ളത്. ഇപ്പം പുരയിടം അല്ലെങ്കിൽ തോട്ടമാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം തന്നെ ഇല്ല. പക്ഷേ നിലമാണെങ്കിൽ ചിലപ്പോൾ അതിന് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം എവിടെ നിന്നാണ് ഈ BTR ലഭിക്കുക എന്നുള്ളത്. ഇത് ബേസിക്കലി നമുക്ക് ലഭിക്കുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയുടെ സർവേ നമ്പർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചപ്പെടുത്താൻ പറ്റും നിങ്ങൾ വാങ്ങുന്ന പ്രോപ്പർട്ടി നിലം അല്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ലൊക്കേഷൻ സ്കെച്ച് ആൻഡ് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോക്യുമെൻ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ അതിർത്തി ഏതാണ്, എത്രയാണ് ഇതിൻ്റെ നീളം വീതി വരുന്നത്, അതുപോലെ തന്നെ ഇത് എവിടെയാണ് പ്രോപ്പർട്ടിയുടെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക.
ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ ചതിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾക്ക് തീർച്ചപ്പെടുത്താൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.